പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. DC ബുക്സ് മുൻ പബ്ലിക്കേഷൻ മാനേജർ AV ശ്രീകുമാറിനെ മാത്രം പ്രതിയാക്കി ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഗോകുൽ രമേശിന്റെ വിശദാംശങ്ങളുമായി. ഗോകുൽ, അന്വേഷണം പൂർത്തിയായോ? എന്തൊക്കെയാണ് ഫൈൻഡിങ്സ്? എന്തൊക്കെയാണ് കണ്ടെത്തൽ? നിലവിൽ ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടുള്ളതായിട്ടാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇനി അടുത്ത നടപടി എന്നോണം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യമാണ് പോലീസ് അടുത്തതായിട്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുൻ പബ്ലിക്കേഷൻസ് മാനേജറായിട്ടുള്ള AV ശ്രീകുമാറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടായിരിക്കും പോലീസിൻ്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നുണ്ടാവുക. മറ്റാളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കേണ്ടതില്ല എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടയം ഈസ്റ്റ് പോലീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ കേസിൽ അന്വേഷണം പുരോഗമിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് AV ശ്രീകുമാറിൻ്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. AV ശ്രീകുമാറിൻ്റെയും അതോടൊപ്പം തന്നെ DC ബുക്സ് മേധാവിയായിട്ടുള്ള DC രവിയുടെയും അടക്കം വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നുണ്ടായിരുന്നു. ഒപ്പം DC ബുക്സ് എന്ന സ്ഥാപനത്തിൽ എത്തിക്കൊണ്ട് അവിടുത്തെ രേഖകളും CCTV ദൃശ്യങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. SHO ആയിട്ടുള്ള ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണ നടപടികൾ പുരോഗമിച്ചത്. എന്തായാലും മാസങ്ങൾ കൊണ്ട് തന്നെ അന്വേഷണം പൂർത്തീകരിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഇനി കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടാവുക. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന അല്ലെങ്കിൽ തൻ്റെ ആത്മകഥാ ഭാഗങ്ങൾ പുറത്തു വന്നതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു EP ജയരാജൻ പോലീസിൽ പരാതി നൽകിയിരുന്നത്. ആ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. കൃത്യമായിട്ട് AV ശ്രീകുമാർ മുഖേനയാണ് ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ ചോർന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് പോലീസിന് പ്രധാനമായിട്ടും ഉള്ളത്. മറ്റ് ആളുകൾക്ക് അതിൽ പങ്കില്ല എന്നും നിലവിൽ ഈ EP ജയരാജൻ തൻ്റെ ആത്മകഥ എഴുതുന്നതിനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിട്ടുള്ള രഘുനാഥിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. തുടർന്ന് രഘുനാഥിൻ്റെ പക്കൽ നിന്നാണ് ഇത് പുസ്തകമാക്കി നൽകാമെന്ന രീതിയിൽ DC ബുക്സ് വാക്കാലുള്ള കരാറുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൊണ്ടുപോയത്. അതിനുശേഷം EPO അല്ലെങ്കിൽ രഘുനാഥനോ പറയാത്ത പല കാര്യങ്ങളും ഈ ആത്മകഥാ ഭാഗങ്ങളായിട്ട് എഴുതി ചേർത്തു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പിന്നിൽ AV ശ്രീകുമാർ അടക്കമുള്ള ആളുകളുടെ ഇടപെടലുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കി നൽകിയത്. കോട്ടയത്ത് നിന്ന്